എന്റെ പേര് ഷൈജു എന്നാണ്. ആ ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ ഞാൻ ദ വോക്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങൾ ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷനെതിരെ കുറെ വാർത്തകളൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഞാനൊന്ന് അവിടത്തെ ഒരു സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛന്റെ നമ്പർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വിളിച്ചതാണ്. ഓക്കെ ഓക്കെ ആ എന്താണ് അവിടത്തെ ഒരു അവസ്ഥ ഇപ്പോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശാന്തമായി. ആ, ഇവിടെ പിന്നീട് ഇന്നലെ ഒരു 2-3 മണിക്കൂറുള്ള സംഭവം ഉണ്ടായിരുന്നു. അവരെല്ലാം തകർത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ആവേശം എന്ന് കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോലീസ് അവരെ പിരിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോയി. പിന്നെ വരുന്നൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ, പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, എന്നാലും ആ, കുഴപ്പമൊന്നും കാണുന്നില്ല. ആരൊന്നും കൂടുന്നില്ല. സംഭവം ചെറിയൊരു നിസ്സാര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ, അവരൊരു ഹനുമാൻ ഭക്തർ അവർ ദീക്ഷ എടുക്കുന്നതാണ്. അവരപ്പോൾ അവരോട് അച്ഛനിങ്ങനെ അവര് ഈ കാവി ഡ്രസ്സിൽ വന്നപ്പോൾ ആ, അച്ഛൻ ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് ഒരു വൈറ്റ് വരുന്നു. അപ്പോൾ അവരോട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ യൂണിഫോം ഇട്ട് വരണം, ഇല്ലെങ്കിൽ ഇത് യൂണിഫോമിന്റെ മുകളിൽ നിങ്ങൾ മാലയൊക്കെ ഇട്ട് യൂണിഫോമിന്റെ മുകളിൽ നിങ്ങളുടെ കാവി ഇത് പുറച്ചു പോകുന്ന കുഴപ്പമില്ല, ആ. യൂണിഫോമിൽ വരണം എന്ന് പറഞ്ഞു. ആ ഉവ്വ. ഫോട്ടോയിൽ കാണില്ല കൊച്ചു നിൽക്കുന്നേ. ഉവ്വ, കണ്ടു. അതുപോലെ കാവി ഇട്ട് പോരാൻ പറഞ്ഞു, ആ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് വന്ന് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ഉവ്വ. അപ്പൊ നമ്മൾ അത്രേ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ പേരൻസ് ഇൻഫോം ചെയ്യണം. അതിന്റെ കൊച്ചിനോടും പറഞ്ഞു. അത് കഴിഞ്ഞ് ഓഫീസ് റൂമിൽ നിന്ന് കൊച്ചിനെ വിളിപ്പിച്ചായിരുന്നു. അല്ല, ആ, കൊച്ചിനെ വീട്ടിലോട്ട് വിളിപ്പിച്ച് പേരൻസിനോടും പറഞ്ഞായിരുന്നു. ഉവ്വ. കൊച്ചിനെ കൊണ്ടല്ല വിളിപ്പിച്ച, ഓഫീസ് സ്റ്റാഫ് വിളിച്ച് ആ, അവരുടെ പേരൻസിനോട് പറഞ്ഞു. ഉവ്വ. അവരൊരു ഫോൺ ചെയ്ത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ആ, എന്നൊരു വാക്ക് പറഞ്ഞ, ഞങ്ങൾക്ക് ഇത് കമ്പൽസറി, ഞങ്ങൾക്ക് മാല ഇടുമ്പോ ഞങ്ങൾക്ക് ദീക്ഷ എടുക്കുമ്പോൾ ഇത് കമ്പൽസറി, ഒരു വാക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ മാത്രം മതി. അത്രേ ഉള്ളൂ ഇഷ്യൂ. ആ, നമ്മളിപ്പോ യൂണിഫോം സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ചോദ്യം വന്നത്. ഇത്രയും പറഞ്ഞുള്ളൂ. ആ, സ്കൂള് യൂണിഫോം ആണല്ലോ വേണ്ടേ. അതെ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ യൂണിഫോം ഇട്ട് വരണം, അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ടൊന്ന് അതായത് ഈ വിളിപ്പിക്കുക. ഹനുമാൻ ദീക്ഷയില് ഈ ഞാനിപ്പോ നെറ്റൊക്കെ ചെക്ക് ചെയ്തപ്പോഴേ ഹനുമാൻ ആ ദീക്ഷയില് ഇങ്ങനെ ഒരു യൂണിഫോം നിർബന്ധമല്ലല്ലോ. ആ ആ ആ ആ യൂണിഫോം നിർബന്ധമല്ല ശരിക്കും. അവർക്ക് അവർക്ക് നിർബന്ധമല്ല. ഹനുമാൻ ആ ദീക്ഷയുടെ റൂൾസിനകത്ത് യൂണിഫോം വേണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ആ ആ ആ ആ അത് ഇവരായിട്ട് പിന്നീട് ഇവര് കുറെ പേര് അങ്ങനെ വേണമെന്ന് അവരുടെ സ്വന്തം ശാഠ്യമാണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ വേറൊരു ഹനുമാൻ ദീക്ഷ എഴുതുന്ന ഒരാളുടെ വോയിസ് മെസ്സേജ്, അയാളുടെ വീഡിയോ മെസ്സേജ് കണ്ടു. അയാൾ പറയുന്നത്, നിങ്ങളെടുത്തോ, നിങ്ങൾ പേരൻസ് എടുത്തോ, പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാണ്, സ്കൂളിന് മുഖ്യം സ്കൂളിന്റെ ടൈം ടേബിൾ ആണ്, ആ, സ്കൂൾ യൂണിഫോം ആണ് ഇടേണ്ടത്, സ്കൂൾ ആ, ഡിസിപ്ലിൻ ഇമ്പോർട്ടന്റ്, നിങ്ങളത് പിള്ളേർ എടുക്കാനുള്ളതല്ല, അത് കാർവന്മാർക്ക് എടുക്കാനുള്ളതാണെന്ന് ആ, അയാളൊരു വോയിസ് മെസ്സേജ് പറയുന്നുണ്ട്. സ്കൂൾ യൂണിഫോമിൽ തന്നെ വരണം, ആ, ഇത് നിങ്ങൾ സ്കൂളും വിശ്വാസമായിട്ട് കൂട്ടിക്കെട്ടരുത്, ആ. അത് നിങ്ങൾ പേരൻസ് എടുത്തോ, പക്ഷെ പിള്ളേരെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. ആ പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ? പ്രൈവറ്റാ. ഒരു പ്രൈവറ്റ് സ്കൂളല്ലേ? അതെ 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 ഈ പ്രൈവറ്റ് സ്കൂളില് പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ നിയമങ്ങൾ ഉണ്ടാവും. ആ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരല്ലേ അച്ഛാ? അതെ 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 നമ്മളത് സ്കൂളില് ഡയറിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എടുക്കുമ്പോഴും സ്കൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോളാം എഴുതി ഒപ്പും മേടിക്കുന്നുണ്ടല്ലോ. ആ, പിന്നെന്തോന്നു. ആ ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒരു ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഒരിടത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ രാജ്യമാസകലം ആ ബാധകമായി തീരുവച്ചാ. അതെ 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 അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഇപ്പൊ പക്ഷെ ഇല്ലാത്ത ഞങ്ങളേതായാലും ഞാനേലും സ്റ്റേറ്റോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ കൊടുക്കും, ഞങ്ങളെല്ലാം മതത്തെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മതസ്പർദ്ധ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഞാനൊരു പേപ്പർ അവർക്ക് ഇത് കൊടുത്താണ് വോയിസ് മെസ്സേജ്. അവർ വന്നപ്പോ ഞങ്ങളെല്ലാ മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ യൂണിഫോം ഞങ്ങളുടെ സ്കൂളിന്റെ ടൈം ടേബിളിന്റെ ഭാഗമാണ്, അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് യൂണിഫോം വേണമെന്ന് പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് എക്സെപ്ഷൻ വേണം, പേരൻസ് വന്ന് സംസാരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാണ്ട് ഞങ്ങൾ ഒരു ലക്ഷം കൊച്ചിനോടും മിണ്ടിയിട്ടില്ല, അവരോടും മിണ്ടിയിട്ടില്ല. പക്ഷെ പേരൻസ് വരുന്നതിന് പകരം അവർ ഇത്ര ആൾക്കാരെയും കൊണ്ട് വന്ന് ഇവിടെ ജയ് ശ്രീരാം വിളിക്കൽ തുടങ്ങി 7:45 തൊട്ട്. എന്നിട്ട് അവർ എന്നെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ടെറസെ കൊണ്ടുപോയി അവിടുന്ന് ക്ഷമ പറയിപ്പിച്ചപ്പോ അവര് എന്നെ അവരുടെ ഷോൾ ഉണ്ടല്ലോ സെഫ്രൻ, ആ ഷോൾ തന്നെ അണിയിച്ചവര്. ഞാൻ ഇടുകയല്ലായിരുന്നു തോർത്തവരുടെ, അത് ഇടുന്ന അവർ ബലമായിട്ട് തന്നെ ഇടിച്ചു. പിന്നെ എന്നെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അവര് വിളിച്ചു വന്നു, ഞാൻ മെല്ലെ ചുണ്ടനക്കി വിളി, ഞാൻ വിളിച്ചൊന്നുമില്ല. പക്ഷെ അവരെന്നെ കൊണ്ട് ബലമായിട്ട് വിളിപ്പിക്കാൻ നോക്കി. ചെറുതായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ ചന്ദ്രനൊക്കെ നമ്മളെ കൊണ്ട് നമ്മുടെ നെറ്റിയിലൊക്കെ പൂശി. അതിന്റെയൊക്കെ വീഡിയോ ഉണ്ടോ അച്ഛൻ്റെ ഇത്? അതിന്റെ വീഡിയോ എടുത്തില്ല, കാരണം അത് ടെറസെന്നായതുകൊണ്ട് ഞങ്ങളുടെ CC ക്യാമറയിൽ അതില്ല. ഇല്ല.
ബാക്കി എന്നെ തല്ലുന്നു അങ്ങനത്തെ എല്ലാം CC ക്യാമറ ഉണ്ട്. എനിക്ക് മാത്രം തല്ലും കിട്ടി. ഞാൻ പ്രിൻസിപ്പാളിനെ ഞങ്ങൾ ഇറക്കിയില്ല, കാരണം പ്രിൻസിപ്പാളിനാണ് അവർക്ക് കലിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പാളിന് സുഖമില്ലെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. പകരം ഞാൻ പറഞ്ഞു ഞാൻ കറസ്പോണ്ടന്റ് ആണ്, മാനേജറാണ്, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിക്കാൻ പറയുമ്പോഴത്തേനും നമ്മളെ അറിയാവുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു, രണ്ടുപേര്. അപ്പൊ അവര് നിങ്ങളെ പള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നില്ലേ, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളെല്ലാം ചെയ്തില്ലേ, ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുത്ത് അയാൾ എന്റെ നേരെ ചൂടായപ്പോഴത്തേനും ബാക്കിയുള്ളതെല്ലാം കൂടെ കയറി എന്നെ അങ്ങ് അടിക്കാൻ തുടങ്ങി. അടിക്കാൻ തുടങ്ങി ആകപ്പാടെ SI 2-3 പോലീസുകാരേ ഉള്ളൂ. അവര് പിന്നെ അവരെ കൺട്രോൾ ചെയ്ത് എന്നെ കൊണ്ട് ഒരു ഓഫീസ് റൂമിലേക്ക് ആക്കാൻ പറയുമ്പോൾ അവര് മതില് സ്റ്റെയർകേസ് കയറി, അല്ല സ്റ്റെയർകേസ് അല്ല, ഒരു സ്റ്റെപ്പ് ഒരു പ്ലേസ് ഉണ്ട്, അത് കയറി ചാടി കയറുന്ന എന്നെ അടിച്ച് വീണ്ടും അടിക്കുകയും തൊഴിക്കുകയോ ചെയ്തിട്ടുണ്ട് അവരെന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ മുറി കയറ്റി കഥ അടച്ച് കുറ്റിയിട്ടപ്പോഴത്തേനും അവര് ഗ്ലാസ്സുകളെല്ലാം, ഓഫീസ് സെക്ഷന്റെ ഗ്ലാസ്സുകളെല്ലാം തള്ളി തകർത്തു. ആരാണ് കഥ കടച്ച് കുറ്റിയിട്ടത്? ഞാൻ പെട്ടെന്ന് അകത്ത് കയറി. അപ്പൊ പുറത്തുനിന്ന് അവർ പോലീസുകാരെ കൂട്ടും ചെയ്തു, ഞാൻ അകത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്തു. അപ്പോഴത്തേനും അവര് ഗ്ലാസ്സുകൾ മുഴുവൻ തള്ളി തകർത്തു. ഗ്ലാസ് മുഴുവൻ തള്ളി തകർത്ത് അവിടെ ഈ കോൺഗ്രസ് മിനിസ്ട്രി അല്ലേ, എന്നിട്ടും എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അവര് പക്ഷെ ചെയ്യുന്ന വെച്ചാൽ ഇവരൊരു ഗ്രൂപ്പായിട്ട് സംഘമായിട്ട് സംഘടിച്ചു വരുമല്ലേ ഇതേ. അങ്ങനെ ഇവരുടെ അല്ലേ എണ്ണം കൂടുതൽ, നമ്മളെക്കാൾ എണ്ണം കൂടുതൽ ഇവരല്ലേ. അതുകൊണ്ട് ഇത് വെച്ചാണ് വന്നേക്കുന്നേ. അല്ല, ഒരു വൈദികനെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെ. അപ്പൊ നമ്മളെ കൊണ്ട്, ഞാനും ക്രിസ്ത്യാനി കാത്തലിക്സ് പൊട്ടി ജനിച്ചു വളർന്ന ആളല്ലേ. അപ്പൊ എന്റെ വിശ്വാസത്തിൽ അവര് എന്നെയും റെഡിക്കുൾ ചെയ്യില്ല, എന്റെ മതത്തെ അവര് കളിയാക്കൂലേ ഇതേ. എന്നെ ജയ് ശ്രീറാം വിളിച്ച് എന്നെ എന്റെ മതത്തെ ഒന്ന് നമ്മളുടെ മതത്തെ അവര് കളിയാക്കുന്നു, നമ്മളെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു പറയുന്നത് നിസ്സാര കാര്യം. അതെ അതൊരു വലിയ ത്രട്ട് തന്നെയാണ്. അതെ. അപ്പൊ അവര് ചെയ്ത് ഇതിലും വലിയ, നമ്മൾ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് അവർ ചെയ്തത്. അപ്പൊ അവരുടെ ഈ വിളിപ്പിച്ചവരുടെ പേരില് നോൺ വേലിയബിൾ കേസ് അവരുടെ പേരിൽ വിടണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കേസ് കൊടുക്കാൻ പോവാണ്. SP ക്കൊക്കെ നമ്മൾ DCPക്കും CAക്ക് നമ്മൾ ഒരു പുതിയ കേസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ലേ, അല്ലാതെ നമ്മൾ അവരുടെ മതത്തെ ഒന്നും വ്രണപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ല, അവരെന്നാ ചെയ്തെന്നോ, അവര് ചെയ്തതെന്നു വെച്ചാല് നമ്മള് പിള്ളേരെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കാതെ ഇറക്കി വിട്ടു. പരീക്ഷ എഴുതണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നാലേ പരീക്ഷ എഴുതിക്കുള്ളൂ എന്ന് പറഞ്ഞു. കൊച്ചിനെ ഗേറ്റിന്റെ അടുത്ത് കൊണ്ടു നിർത്തി, പുറത്തിറക്കി നിർത്തി. അങ്ങനെ പറഞ്ഞ് അതുപോലെ കൊച്ചിനെ കൊണ്ടും പറയിപ്പിച്ചിട്ട്, കൊച്ചിനെ കൊണ്ട് നിന്നെ ആരുടെ ഉടുപ്പ് കുഴിച്ചേ, നിന്നെ ആരുടെ പുറത്തിറക്കി വിട്ടോ, ഇങ്ങനെ പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് പിള്ളേരെ കൊണ്ട് അവർ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചു. സ്കൂൾ മുറ്റത്ത് വെച്ച്. ഇതെല്ലാം പിള്ളേരെ കൊണ്ട് തലേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ട് വന്നാ അവര്. അവരെല്ലാം ട്രെയിനിങ് പിള്ളേർ കൊടുത്തിട്ട് അവര് പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ നമ്മുടെ വീഡിയോ ഉണ്ട്, പിള്ളേര് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടോണ്ടാ വന്നത്, യൂണിഫോം വീട്ടിൽ നിന്ന് ഇട്ടോണ്ടാ വന്നതെന്നും എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ അവര് അതിന്റെ പോലീസുകാർ അതിന്റെ ഭാഷ്യം മാറ്റിക്കൊണ്ട് പോലീസുകാർ അല്ല, നിങ്ങള് ഫോഴ്സ് ചെയ്തതിന്റെ പേരാണ് അവർ വീട്ടിൽ നിന്ന് ഇട്ടോണ്ട് വന്നതെന്ന്. പക്ഷെ മീഡിയയിൽ ഇവര് വിട്ടേക്കുന്നത് ഇവിടുന്ന് മാറ്റിച്ചെന്നുള്ള രീതിയിലാണ്. എവിടെന്ന് മാറ്റിച്ചുകൊണ്ട്? നമ്മൾ സ്കൂളിൽ നിന്ന് ഡ്രസ്സ് മാറ്റിച്ചെന്ന് പിള്ളേരെ കൊണ്ട്. അല്ല, പിള്ളേരപ്പൊ എന്ത് വേഷം ഇട്ടാണ് സ്കൂളിലേക്ക് വന്നത്? ഈ ഒരു കൊച്ചു മാത്രം യൂണിഫോം ഇട്ട് വന്നു. മറ്റു കൊച്ചുകള് ഈ ഹനുമാൻ ദീക്ഷയുടെ ഓറഞ്ച് ഡ്രസ് ഇട്ടോണ്ട് വന്നു. അപ്പൊ ഈ ഒരു കൊച്ചു മാത്രം നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം ഇട്ട് മാലയിട്ട് അതിന്റെ ഉള്ളില് അതിന്റെ മുകളിലെ ഷോളും ഇട്ടോണ്ട് വന്നു. ഈ തുവാലയില്ലേ അവരുടെ, അത് ഇട്ട് വന്നു. അപ്പൊ അത് ഇട്ട് വന്നപ്പോഴത്തേനും അത് വീട്ടിൽ നിന്ന് നമ്മൾ തലേദിവസം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അതേപോലെ ഇട്ടോണ്ട് വന്നു. ഇട്ടോണ്ട് വന്നിട്ട് അവര് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ സ്കൂളിൽ നിന്ന് ഡിസായിട്ട് അവര് ന്യൂസ് കൊടുത്തു. അത് ശരി. അതുകൊണ്ട് കേട്ടവർ പാഞ്ഞിങ്ങെത്തി സ്കൂളിൽ ഇങ്ങനെ ബലമായിട്ട് ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് സ്പ്രെഡ് ഇവിടെ ന്യൂസ് മൊത്തം ഇവിടെ സ്റ്റേറ്റിലെല്ലാം പരത്തി അവര്. മീഡിയയിലെല്ലാം അതാ പോകുന്നത്. ഇപ്പൊ മീഡിയയിലെല്ലാം അതാ കാരണം നമ്മള് ബലമായിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് ഡ്രസ്സ് മാറ്റിച്ചെന്ന്. നമ്മൾ ഒരു ബലപ്രയോഗം നടത്തിയില്ല. വീട്ടിൽ നിന്ന് വരുമ്പോ ഇട്ടോണ്ട് വരാം, അല്ലെങ്കിൽ പേരൻസ് വന്ന് സംസാരിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാല ഊരാനോ അല്ലെങ്കിൽ നമ്മൾ മാല ഊരിച്ചത് വരെ അവർ ന്യൂസിനകത്ത് വിട്ടു. നമ്മൾ മാല ഊരാൻ പറഞ്ഞിട്ടില്ല, പിള്ളേരെ ഡ്രസ്സ് മാറിച്ചിട്ടില്ല. നാളെ തൊട്ട് യൂണിഫോം ഇട്ടോണ്ട് വാ, അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിനോട് ഒന്ന് ഇൻഫോം പറയാൻ പറഞ്ഞു. അത് പേരൻസ് ഒരു ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് ദീക്ഷ എടുക്കുമ്പോ ഞങ്ങൾക്ക് ഇത്
കമ്പൽസറി ആണെന്നൊരു വാക്ക് പേരൻസ് ഫോണിൽ കൂടെ പറഞ്ഞാൽ മാത്രം മതി, അവിടെ തീരേണ്ട ഇഷ്യൂ ഉള്ളൂ. അതിനാണ് ഇവര് മനഃപൂർവ്വം ബോധപൂർവ്വം ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അവര് ബോധപൂർവം അതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടിട്ട് അവര് എന്നുള്ളതാണ് അതിന്റെ അതാണ്. പിന്നെ രണ്ടാമത് സിസ്റ്റേഴ്സ് സ്കൂൾ ബസ്സിൽ വന്ന് സ്കൂളിൽ ഇറങ്ങി. സിസ്റ്റേഴ്സ് അവര് പുറത്താ താമസിക്കുന്നത്. അവര് വന്ന് നമുക്ക് നിങ്ങൾ ആരോടെ ഈ ഡ്രസ് ഇട്ട് ഇങ്ങോട്ട് കയറാൻ പറയും, ഈ ഡ്രസ് നിങ്ങൾ ഇടുന്നത്, ഈ ഡ്രസ് ഇട്ട് നിങ്ങൾ ഇവിടെ വരാൻ അങ്ങോട്ട് ആര് പറയും, ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടെ റൗണ്ട് നിന്ന് അവരെ തള്ളി ഇങ്ങനെ ബോഡിയെ തൊട്ടില്ല, എല്ലാവരും കൂടെ കൈ കോർത്ത് പിടിച്ച് അവരെ, അത് വീഡിയോ കാണാം, അത് അവരെ റോഡിന് പുറത്തോട്ട് കൊണ്ടുപോകാം, റോഡിന് പുറത്തോട്ട് ഗോ ബാക്ക് വിളിച്ച് റോഡിന് പുറത്ത് കൊണ്ട് വിട്ടു. എന്നിട്ട് റോഡിൽ അവർ ഓട്ടോ കയറി അവരുടെ താമസ സ്ഥലത്തേക്ക് അവർ പോയി. പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്ന സെപ്പറേറ്റ് ഫോട്ടോ കൊടുത്തുള്ള വിഷയം, ഞാനിനി ട്രെയിനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നല്ലേ, അപ്പൊ അത് പിന്നെ ഇഷ്യൂസ് ആകും, എനിക്ക് പിന്നീട് അത് എന്റെ ജീവനും ഭീഷണി ആവുകൊണ്ട് ആർക്കും പേഴ്സണൽ ഫോട്ടോ എടുക്കരുത് എന്ന് സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ എന്നെ ഡോറിന്റെ അവിടെ തല്ലുന്ന ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നെ തല്ലുന്ന ഫോട്ടോ, ഡോറിന് മുമ്പിൽ എന്നെ തല്ലുന്ന ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോസ് ഒന്ന് അയച്ചു തരാമോ? ഒന്ന് അയച്ചു തന്നോളൂ കേട്ടോ. കേരളത്തിലെങ്കിലും നമ്മളൊരു റിയൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പറയണോ? അതെ. ഓക്കെ സാർ. ഇപ്പൊ തന്നെ ഓൾറെഡി ടിവിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ ശരി. ഓക്കെ.